രാവിലെ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ചക്ക നന്നായി പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായി പഴുത്തിട്ടില്ല, ചെറുതായിട്ടൊക്കെ പഴുത്തിട്ടാണ് കേട്ടോ. വരിക്കച്ചക്കയാണ്. അങ്ങനെ അതെടുത്തിട്ട് എന്തെങ്കിലും ഒരു അപ്പം ഉണ്ടാക്കുന്ന രാവിലെ പ്ലാൻ ചെയ്താണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു മൂഡില്ലാണ്ടായിപ്പോയി. പിന്നെ തോന്നി കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അത് ചക്കയും കൂട്ടി കഴിച്ചാലോ എന്നൊക്കെ ആലോചിച്ചു. പിന്നെയാണ് മോൻ വന്നിട്ട് പറഞ്ഞാൽ ഉണ്ടാക്കി തന്നെ. അതിൻ്റെ ഇടയിൽ കൂടെ ഈ നീറ്റ് ഭയങ്കര സീനാക്കി കരച്ചിലും പിഴിച്ചിലും എന്തോരം അസ്വസ്ഥതയൊക്കെ ഉണ്ട് തോന്നുന്നു. ചെറിയൊരു ജലദോഷവും മൂക്കൊലിപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ഏതായാലും ചക്ക റോൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ട്. ചക്ക റോളിൻ്റെ സ്വന്തം ക്രിയേഷനാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ നെയ്യിൽ കുറച്ച് ചക്ക വാട്ടിയെടുത്തിട്ടോ. ചക്ക കുനുകുനായിട്ട് വാട്ടിയെടുത്തിട്ട് ഒരു ഏലക്കായിട്ട് പിന്നെ ഒരു ശർക്കരയും കൂടെ ഇടിച്ചിട്ട് ഇട്ടിട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നിങ്ങനെ ചെറിയ തീയിലിട്ട് വാട്ടി നന്നായിട്ടത് വെന്ത് വന്നു. എന്നിട്ട് ഒരു ഒരു സ്കൂപ്പ് ഒരു കയ്യിൽ മൈദ എടുത്തിട്ട് അതിലേക്കൊരു കോഴിമുട്ട, ആ കോഴിമുട്ടേൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് തോന്നണില്ല കേട്ടോ. ഏതായാലും ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിനോടൊരു ദോശ പോലെ ഇങ്ങനെ പരത്തിയെടുത്തു. എന്നിട്ട് അതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വേവിച്ച് എന്നിട്ട് അതിലേക്ക് നമ്മളുണ്ടാക്കി വെച്ച ഈ ഒരു കൂട്ടുണ്ടല്ലോ അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് റോളാക്കിയിട്ടെടുത്തിട്ടോ. നല്ല ക്രിസ്പി റോളൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു 3-4 ദോശ ഉണ്ടാക്കി അതിലേക്ക് ചക്ക വെച്ച് അങ്ങനെ 3-4 പ്രാവശ്യം ഉണ്ടാക്കി കേട്ടോ. സംഗതി അടിപൊളിയാണ് കേട്ടോ സംഭവം. ഏതായാലും ചക്ക റോൾ ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഏതായാലും എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. എന്ന് വെച്ചാൽ ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. ആ ഒരു ചക്കേൻ്റെ മധുരവും ഇതൊക്കെ ബാലൻസായി ഈ ഒരു ദോശ പോലെ ഈ റോളിൻ്റെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ കേട്ടോ അടിപൊളിയാണ് കേട്ടോ. ഏതായാലും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, കൊള്ളാം. പിന്നെ എൻ്റെ ടേസ്റ്റ് പിന്നെ ഇതാ പൊടിക്കും കൊടുത്തു. അപ്പോൾ പൊടിക്കും നല്ല ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.